ഉടനെ തന്നെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചെയ്തതെന്താണ്? ആ പരിസരത്തുള്ള ഒരു കല്ലിന്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്റെ പ്രവാചകർ എന്നെ കാണാതെ വരുമ്പോ മടങ്ങി വരുമല്ല നാഥാ, എന്റെ മുത്ത് റസൂലുള്ളാഹി മദീനയിലെത്തുമ്പോ എന്നെ വാഹനത്തിൽ കണ്ടിട്ടില്ലെങ്കിൽ എന്നെ തിരഞ്ഞുകൊണ്ട് വരുമല്ല നാഥാ, അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് കരുതിയിട്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ആ കല്ലിന്റെ പുറത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ, പാതിരാ സമയമാണ്. എല്ലാ യാത്രയുടെ പിന്നിലും ഒരു സ്വഹാബി വരാറുണ്ട്. പ്രവാചകർ എങ്ങോട്ട് യാത്ര പോകുമ്പോഴും ഒരു സ്വഹാബിയെ പിറകിലാണ് കൊണ്ടുവരാറുള്ളത്. കാരണം എന്താണ്? ഈ യാത്രാ സംഘത്തിന്റെ കടയിൽ നിന്ന് വല്ല വസ്തുക്കളും റോഡുകളിൽ നഷ്ടപ്പെട്ടു പോയാല് അതെല്ലാം തെരഞ്ഞു കണ്ടുപിടിക്കാൻ ഒരു ധൈര്യവാനായ സ്വഹാബിയെ പ്രവാചകരെ ഏൽപ്പിച്ചിരുന്നു. ആ സ്വഹാബി ആരെന്നറിയോ? മഹാനായ സഫ്വാൻ ഇബ്നു മുഅത്തൽ റളിയല്ലാഹു അൻഹു ആണ്. വലിയ ധൈര്യവാനായ സ്വഹാബിയാണ്. പാതിരാ സമയത്ത് യാത്ര കഴിഞ്ഞ് മടങ്ങി വരുമ്പോ തനിച്ചാണ്, കൂട്ടുകാരില്ലാത്ത കൂടപ്പുറപ്പുകളില്ലാതെ തനിച്ചാകുന്ന ആ സ്വഹാബി യാത്രയിൽ നിന്ന് മടങ്ങി വരാറുള്ളത്. അങ്ങനെ യാത്രയിൽ നിന്ന് തനിച്ചിങ്ങനെ സഫ്വാൻ എന്നവരെ മടങ്ങി വരുമ്പോ മദീനയിലെ ആ ഒഴിഞ്ഞ മരുഭൂമിയിൽ ഒരു കല്ലിന്റെ മുകളിൽ ഒരു രൂപം ഇങ്ങനെ ഇരിക്കുന്നത് കാണുകയാണ്. സഫ്വാൻ എന്നവരെ അടുത്തേക്ക് ചെന്ന് നോക്കുകയാണ്. ആ അടുത്തേക്ക് ചെന്നപ്പോഴാണ് അറിഞ്ഞത്, ഞാൻ കാണുന്നത് ആരാണ്? അത് മഹദിയായ ആയിഷ ബീവി ഉമ്മയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആയിഷ ബീവി ഉമ്മയെ കണ്ട ഉടനെ തന്നെ സഫ്വാൻ എന്ന സ്വഹാബി പറയുകയാണ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഹിജാബിന്റെ ആയത്ത് ഇറങ്ങുന്നതിന്റെ മുമ്പാണ് ഈ സംഭവം നടന്നത്. ആ ഹിജാബിന്റെ ആയത്ത് ഇറങ്ങുന്നതിന്റെ മുമ്പ് സംഭവം നടന്നത് കൊണ്ടാണ് എന്നെ കണ്ടപ്പോ സഫ്വാൻ എന്നവർ തിരിച്ചറിഞ്ഞത്. സ്വഹാബാ, ഹിജാബിന്റെ ആയത്ത് ഇറങ്ങുന്നതിന്റെ മുമ്പായതുകൊണ്ട് സഫ്വാൻ എന്നെ മനസ്സിലായി. അപ്പൊ അതിന്ന് മനസ്സിലാകണം എന്താ? ഹിജാബിന്റെ ആയത്ത് ഇറങ്ങിയതിന് ശേഷം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മുഖം മറ്റാരും കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് മനസ്സിലായി. ഉടനെ തന്നെ ചോദിച്ചു, ആയിഷ ബീവി എങ്ങനെയാണ് ഇവിടെ ഒറ്റപ്പെട്ടത്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, യാത്രാ സംഘം വിശ്രമിക്കാൻ ഇറങ്ങിയപ്പോ ഞാനും വിശ്രമിച്ചതാണ് സഫ്വാനെ. എന്റെ കയ്യിലുണ്ടാകുന്ന മാല നഷ്ടപ്പെട്ടപ്പോൾ ആ മാല തിരഞ്ഞു പിടിച്ച് ഞാൻ വാഹനത്തിലേക്ക് തിരിച്ചു വന്നപ്പോഴേക്കും എന്റെ റസൂലുള്ള യാത്ര തുടർന്ന് സഫ്വാൻ. ഉടനെ തന്നെ സഫ്വാൻ ഇബ്നു മുഅത്തൽ റളിയല്ലാഹു അൻഹു ഒട്ടകപ്പുറത്തിൽ നിന്ന് ചാടിയോ ഇറങ്ങുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ആ ഒട്ടകക്കട്ടിലിന്റെ ഉള്ളിലേക്ക് കയറിയിരിക്കാൻ പറയുകയാണ്. ഒട്ടകക്കട്ടിലിന്റെ മുകളിൽ മഹദിയാകുന്ന ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കയറിയിരിക്കുകയാണ്. ഒട്ടകത്തിലെ കടിഞ്ഞാണ് പിടിച്ചുകൊണ്ട് സഫ്വാൻ അവർ മദീനയിലേക്ക് നടക്കുകയാണ്. ഈ ചരിത്രം പറയുമ്പോ ആയിഷ ബീവി പറയുന്നത് കാണാം, അന്ന് മദീനയിൽ എത്തുന്നത് വരെ പിന്നെ സഫ്വാൻ എന്നവരെന്നോട് ഒരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല. സഹാബാ, എന്നോടൊന്നൊരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. സഹാബാ, അല്ലാഹുവേ, ഒട്ടകത്തിന്റെ പുറത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയാണ്. ഒട്ടകത്തിന്റെ കടിഞ്ഞാണ് പിടിച്ചുകൊണ്ട് നടക്കുന്ന സഫ്വാൻ എന്ന സ്വഹാബിയാണ്. അങ്ങനെ പാതിരാ സമയത്തല്ലേ യാത്ര പോകുന്നത്. മദീനയിലെത്തുന്നത് സുബഹി സമയത്താണ്. പിറ്റേന്ന് സുബഹിയുടെ സമയത്താണ് മദീനയിലെത്തുന്നത്. സഫ്വാൻ എന്ന സ്വഹാബിയുടെ ഒട്ടകപ്പുറത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വന്നിറങ്ങുന്നത് മദീനയിലെ ചില മുനാഫിഖീങ്ങൾ കണ്ടപ്പോ ആ മുനാഫിഖ്
മുനാഫിഖീങ്ങൾ അവസരം മുതലാക്കുകയാണ്. മുഹമ്മദ് എന്ന പ്രവാചകന്റെ ഭാര്യയാകുന്ന ആയിഷ ബീബി റളിയല്ലാഹു അൻഹ സഫ്വാൻ എന്ന സ്വഹാബിയുടെ കൂടെ ഇന്നലെ രാത്രി ഒട്ടകക്കട്ടിലിൽ കഴിഞ്ഞ ജനങ്ങളെ, സഫ്വാൻ എന്ന സ്വഹാബിയുടെ കൂടെ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ഒളിച്ചോടി പോയി ജനങ്ങളെ. 60 പ്രായം കഴിഞ്ഞ മുഹമ്മദ് എന്ന പ്രവാചകന്റെ പ്രിയപ്പെട്ട കന്യകയായ ഭാര്യ, ചെറുപ്പക്കാരിയായ ഭാര്യയല്ലേ ആരോഗ്യമുള്ള സഫ്വാൻ ഇബ്നു മുഅത്തലിന്റെ കൂടെ ആയിഷ ബീബി രാത്രി താമസിച്ചു ജനങ്ങളെ എന്ന് മദീനയിലെ ചില മുനാഫിഖീങ്ങൾ അങ്ങനെ ആരോപണം പറയാൻ തുടങ്ങി. സഫ്വാൻ എന്ന സ്വഹാബിയുടെ ഒട്ടകപ്പുറത്ത് നിന്ന് ആയിഷ ബീബി ഇറങ്ങി വരുന്നത് കണ്ടപ്പോ ഇന്നലെ സഫ്വാന്റെ കൂടെ ആയിരുന്നു ആയിഷ. കാരണം സുബൈന്റെ സമയത്തല്ലേ വന്നിറങ്ങുന്നത്. പരിഹസിക്കാൻ തുടങ്ങി, ആരോപണങ്ങൾ പറയാൻ തുടങ്ങി. ഇന്നും അങ്ങനെയല്ലേ? നമ്മുടെ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ ആയിഷ ബീബി ഉമ്മയെ വരെ ജനങ്ങൾ വെറുതെ വിട്ടിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഗീബത്ത് പറയുന്നവരും നമീമത്ത് പറയുന്നവരും കുറ്റപ്പെടുത്തുന്ന നമുക്ക് എല്ലാവരും ഉണ്ടാകും. അതൊക്കെ പഴയ കാലത്തെ ഉണ്ട്. അതൊക്കെ ഇങ്ങനെ അഫൂ ചെയ്ത് നമ്മൾ തിരിച്ചൊന്നും പറയാതെ അള്ളാഹു നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ ഈ ചരിത്രം നമുക്ക് വലിയ പാഠമാണ്. അവരെ പരിഹസിക്കാൻ തുടങ്ങി. ആയിഷ ബീബിയെയും സഫ്വാൻ എന്ന സ്വഹാബിയെയും പരിഹസിക്കാൻ തുടങ്ങി. ഈ വിവരമൊന്നും ആയിഷ ബീബി അറിയില്ല. അപ്പൊ ഇന്നൊക്കെ അങ്ങനെയാണല്ലോ, ഒരു ന്യൂസ് എത്തിക്കഴിഞ്ഞാൽ വാട്സപ്പിലൂടെ ഒന്ന് സെൻഡ് ചെയ്താൽ മതി, ലോകത്തെ എല്ലാ സ്ഥലത്തും എത്തും. അത് ശരിയാണോന്ന് അറിയേണ്ടത്, തെറ്റാണെന്ന് അറിയേണ്ടത്. അള്ളാഹു നമുക്ക് സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹുവെ ഞങ്ങളെ സജ്ജനങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. നമ്മൾ ആരെ പറ്റിയും മോശമായത് കമന്റ് ചെയ്തുകയോ മോശമായ, ഇനിയിപ്പോ തെരഞ്ഞെടുപ്പൊക്കെ വരാൻ പോകുന്നത്, ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ രാഷ്ട്രീയങ്ങൾ ഉണ്ടാവും. മറ്റുള്ളവരെ പഴിചാറിയിട്ട് കുറ്റപ്പെടുത്തലോ, ഇതൊക്കെ റബ്ബിന്റെ കോടതി വിശ്വസിക്കുന്ന ആളുകളാണ് ഞാനും നിങ്ങളൊക്കെ. മറ്റുള്ളവരെ ഉള്ളത് പറഞ്ഞിട്ടും ഇല്ലാത്തത് പറഞ്ഞിട്ടും വേദനിപ്പിക്കുന്നതൊക്കെ ഗൈബത്താണെന്ന് പഠിപ്പിച്ച മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുയായികളാണ്. ഇവിടെയാണ് ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ ചരിത്രത്തിന്റെ പ്രസക്തി കിടക്കുന്നത്. മദീനയിലെ ചില മുനാഫിഖീങ്ങൾക്ക് ഇത് വലിയൊരു ആഘോഷമായി. കാരണം പ്രവാചകനെ എങ്ങനെയെങ്കിലും തരം താഴ്ത്താൻ വേണ്ടി അവരിങ്ങനെ ശ്രമിച്ചുകൊണ്ട് നടക്കുക. ഒരു നിലക്കും മുത്തുനബിയെ പരിഹസിക്കാനും മുത്തുനബിയെ താറടിക്കാനും കഴിയാതെ വന്നപ്പോ അവസാനം ഇവർ ഉപയോഗിച്ച വാക്ക് അടവിതായിരുന്നു. ആയിഷ ബീവിയുടെ റളിയല്ലാഹു അൻഹയുടെ പേരിൽ ആരോപണം ഇങ്ങനെ പറയാൻ തുടങ്ങി. അപ്പൊ ആരോപണങ്ങൾ ഇങ്ങനെ പറയാൻ തുടങ്ങി. വ്യഭിചാരാരോപണം. കൂട്ടത്തില് സ്വഹാബത്തിന്റെ ഇടയിൽ നിന്ന് ചില സ്വഹാബത്തുകൾ ഇതിൽ പങ്കാളിയായിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു സ്വഹാബിയാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാട്ടുകാരനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു മുനാഫിഖീങ്ങൾ പറയുന്നത് കേട്ടിട്ട് ചെറിയ രൂപത്തിൽ ആയിഷ ബീവി ഉമ്മയെ ചെറിയ രൂപത്തിൽ ആരോപണം പറഞ്ഞു. കൂട്ടത്തിൽ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു എന്നവർ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ ചെറിയ രൂപത്തിലൊക്കെ ആരോപണം പറഞ്ഞിട്ടുണ്ട്. അതേ പ്രകാരം മിസ്തഹി എന്ന് പറയുന്ന പ്രിയപ്പെട്ട സ്വഹാബി ബദറിൽ പങ്കെടുത്ത സ്വഹാബിയാണ്. ആ സ്വഹാബി ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ പേരിൽ ചെറുതായിട്ടൊരു ആരോപണങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആരായിരുന്ന പ്രിയപ്പെട്ടവരെ, മിസ്തഹ് റളിയല്ലാഹു അൻഹു സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ചെലവിൽ കഴിയുന്ന സ്വഹാബിയാണ്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വളരുന്ന പ്രിയപ്പെട്ട സ്വഹാബിയാണ്. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, മിസ്തഹേ, ഇനി ഒരു മുറുക്ക് വെള്ളം പോലും നിനക്ക് ഞാൻ തരൂലടാ മിസ്തഹേ. എന്റെ പൊന്നുമോളെ കുറിച്ച് ആരോപണം പറഞ്ഞവനാണ്. എന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമാരെ കുറിച്ചിട്ട് ആരോപണം പറഞ്ഞവരല്ലേ മിസ്തഹേ. അതുകൊണ്ട് നിനക്ക് ഞാനിന് ഭക്ഷണം തരൂല എന്ന ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങളെ പറഞ്ഞപ്പോഴാണ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ ആയത്തിറങ്ങുന്ന പറഞ്ഞു കൊടുക്ക നബിയേ, അവരുടെ ഭക്ഷണം തടയല്ലേ നബിയേ, അവരെ തൗബ ചെയ്യട്ടെ നബിയേ. ആരോപണം പറഞ്ഞോ അവരോട് മാപ്പ് ചോദിക്കട്ടെ നബിയേ. അതിന്റെ പേരിൽ സിദ്ദീഖ് തങ്ങളോട് പറഞ്ഞു കൊടുക്കുക, മിസ്തഖിനുള്ള ഭക്ഷണം നിങ്ങൾ മുടക്കല്ലേ നബിയേ.
അല്ലാഹുവേ മദീനയിലാകെ ഫ്ലാഷ് ആവുകയാണ്. ആയിഷ ബീവിയെയും സഫ്വാൻ എന്ന സ്വഹാബിയെയും കുറിച്ചിട്ട് വ്യഭിചാരോപണം പറയുകയാണ്. ഒരു വ്യഭിചാരോപണം പറഞ്ഞാൽ സങ്കടം വരാത്തവനാരാ? ഒരു കള്ളാരോപണം പറഞ്ഞാൽ സങ്കടം വരാത്തവനാരാ? സാമ്പത്തിക കൃത്രിമക്കേട് കാണിച്ചു എന്ന് പറഞ്ഞ് ചെയ്യാത്ത കുറ്റത്തില്ല, നെറുകേടുത്തരത്തില്ല നമ്മുടെ പേരിൽ ആരോപണങ്ങൾ പറയുമ്പോ അത് സ്വന്തക്കാര് പറയും, കൂടപ്പറപ്പ് പറയും, കൂട്ടുകാര് പറയും. പ്രിയപ്പെട്ടവരെ, അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ ഭക്ഷണം കൊടുത്ത് വളർത്തിയ മിസ്തഖ് എന്ന സ്വഹാബി ഒരു ആരോപണം പറഞ്ഞെങ്കില് ഏത് ആരോപണങ്ങൾ മല പോലെ വന്നാലോ അതിനെല്ലാം നേരിടാനുള്ള ഈമാൻ എന്ന ക്ഷമാകുന്ന പർവ്വതത്തിനേക്കാളും ശക്തിയുള്ള മനസ്സ് എന്റെ പ്രിയപ്പെട്ടവർക്കുണ്ടെങ്കില് അല്ലാഹു പറയുകയാണ്, നബിയേ ആ വിഭാഗമാണ് വിജയിച്ചു പോയത്. നബിയേ ആരെന്ത് പറഞ്ഞാലും തിരിച്ചു പറയാൻ പാടില്ല. ആരെ പരിഹസിച്ചാല് ഗീബത്ത് പറഞ്ഞാല് നമീമത്ത് പറഞ്ഞാല് ആര് നിങ്ങളെ വേദനിപ്പിച്ചാലും അല്ലാ അവരെ തിരിച്ചൊന്ന് വേദനിപ്പിക്കാതെ നല്ല സംവാദത്തിലുള്ള സന്തോഷത്തിന്റെ സാഹോദര്യത്തിലുള്ള മനസ്സുമായിട്ട് നിങ്ങൾ അവരോട് ഇടപെടണമെന്ന് പരിശുദ്ധമായ ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ലാത്ത സങ്കടമായി. കാരണം ഒരു ഭാര്യയെ പറ്റിയിട്ടല്ലേ പറയുന്നത്, ഒരു ഭാര്യയെ പറ്റിയിട്ടല്ലേ പറയുന്നത്, സങ്കടം വരാതിരിക്കോ? നബിതങ്ങൾ ആയിഷ ബീവിയോട് ഒന്നും മിണ്ടിയില്ല. നബിതങ്ങൾ മിണ്ടാതിരിക്കുന്നത് കണ്ടപ്പോ ആയിഷ ബീവിക്ക് വീണ്ടും സങ്കടം കൂടി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബിയേ ഞാൻ എന്റെ വീട്ടിലോട്ടൊന്ന് പോവട്ടെ നബിയെ. മദീനക്കാരെല്ലാം പരിഹസിക്കുകയാണ്. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല തങ്ങളെ, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല നബിയെ. ഞാനും സഫ്വാനും വ്യഭിചരിച്ചിട്ടില്ല നബിയെ. മദീനയിലെ മുനാഫിഖുകൾ പറഞ്ഞു കൂട്ടുന്നതാണ്. അതുകൊണ്ട് ഞാൻ എന്റെ ഭവനത്തിലേക്കൊന്ന് കുറച്ച് ദിവസം മാറി താമസിക്കട്ടെ നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മതം കൊടുക്കുകയാണ്. സ്വന്തം ഭവനത്തിലേക്ക് മാറുമ്പോ ഉമ്മമാരെ നിങ്ങൾക്ക് കുറച്ച് സമാധാനം ലഭിക്കാറില്ലേ? ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് സ്വന്തം തട്ടകമാകുന്ന വീട്ടിലേക്ക് നിങ്ങൾ പോകുമ്പോ നിങ്ങളെ മനസ്സിന് വലിയ സമാധാനമല്ലേ? അതുകൊണ്ടാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചെല്ലുകയാ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വീട്ടിലേക്ക് വരുന്നത് കണ്ടപ്പോ ചെറിയ മകളാണ്, മഹദിയാകുന്ന ഉമ്മു റുമാൻ എന്ന പ്രിയപ്പെട്ട ഉമ്മ ഓടി വരികയാണ്. കരയല്ല ആയിഷ, നീ കരയല്ല ആയിഷ, ആരെന്ത് പറഞ്ഞാലും ഞാനുണ്ട് ആയിഷ. ഈ ഉമ്മ നിന്നെ കുറ്റപ്പെടുത്തൂല ആയിഷ. കാരണം എനിക്കറിയാൻ ഈ സാനിയത്തായ പെണ്ണാണ്, എന്നെ പുരുഷന്റെ മുഖത്ത് പോലും ഒരു ഹറാമിയത്തിന്റെ നോട്ടം നോക്കാത്ത പെണ്ണാണ്. അതുകൊണ്ട് നീ സങ്കടപ്പെടണ്ട ആയിഷ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, അന്ന് എന്റെ മനസ്സിന് വല്ലാത്ത സങ്കടം വരികയാണ്. കാരണം അല്ലാഹുവേ പ്രവാചകൻ പോലും എന്റെ വീട്ടിലേക്ക് വരുന്നില്ല. അന്ന് എനിക്ക് മനസ്സിന് സമാധാനം വരാൻ വേണ്ടി ഞാൻ ചൊല്ലിയ ദിക്ർ ഏതാണ്? എന്റെ കാസർഗോഡിലെ അറമാളക്കാരെ ദിക്ർ നമ്മളെ മറക്കാൻ പാടില്ല. അല്ലാഹു സങ്കടങ്ങൾ തരാത്തവരാരാ? അല്ലാഹു കണ്ണുനീര് തരാത്തവരാരാ? എത്ര പരീക്ഷണങ്ങളാണ് പടച്ച തമ്പുരാൻ നമുക്ക് തന്നിട്ടുള്ളത്. അല്ലാഹു പരീക്ഷണങ്ങൾ തരുമ്പോ തളരാത്ത പതറാത്ത മനസ്സോടെ പിടിച്ചു നിൽക്കണം പ്രിയപ്പെട്ടവരെ. രോഗം തന്ന പരീക്ഷണം തരാ, കടങ്ങൾ തന്ന പരീക്ഷണം തരാ, മക്കളെ തരാതെ പരീക്ഷണം തരാ, മക്കളെ തന്നുകൊള്ള പരീക്ഷണം തരാ. കുടുംബത്തിലെ പ്രശ്നങ്ങളാണ്, സങ്കടങ്ങളാണ്, പ്രയാസങ്ങളാണ്. ഏതെല്ലാം രൂപത്തിൽ പടച്ചു തമ്പുരാൻ നമ്മെ പിടിച്ചു കൊലിച്ചോലെ. ആ പരീക്ഷണങ്ങളിൽ നിന്ന് പതറാത്ത മനസ്സോടെ തളരാത്ത മനസ്സോടെ പിടിച്ചു നിൽക്കാ. ഈ ദിക്ർ നിങ്ങൾ ജീവിതത്തിൽ പതിവാക്കണേ. ഇത് നമുക്ക് പറഞ്ഞു തന്നതാരാ? എന്റെ പെങ്ങളെ, നിങ്ങൾക്കല്ലോ ഒരു പ്രയാസം തന്നോ? എന്റെ ചെറുപ്പക്കാരാ, നിങ്ങൾക്കല്ലോ ഒരു സങ്കടം തന്നാല് നമ്മെ പോലെ സങ്കടത്തിലെ കനൽകട്ടുകളുടെ പർവ്വതങ്ങൾ കൊടുത്ത മഹദിയാകുന്ന ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ പേരിൽ വ്യഭിചാരോപണം പറഞ്ഞപ്പോ സ്വന്തം നാട്ടുകാരൻ കൂട്ടുകാരൻ കൂടപ്പുറപ്പൊക്കെ എതിര് പറഞ്ഞപ്പോ ആയിഷ ബീവി പറയുകയാണ്, അന്ന് എന്റെ മനസ്സിന് സമാധാനം ലഭിച്ചത് ഈ ഒരു ദിക്ർ കൊണ്ടാണ്. സഹാബാ
ആ ദിക്റാണ് സവാബ, എന്നെ പിടിച്ചിരുത്തുന്നത് സവാബ, ആ ദിക്റാണ് സവാബ. ആരോപണങ്ങളെ തളരാത്ത മനസ്സുമായിട്ട് ഒരു പെൺകുട്ടിയെ പോലെ ഒരുക്കുള്ള മനസ്സോടെ എന്നെ പിടിച്ചിരുത്തുന്നത് ആ ഒരു ദിക്റാണ്. ആ ദിക്ർ ഏതെന്നറിയോ? ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൽ നസീർ. അല്ലാഹുവേ, നാട്ടുകാരനെക്കെതിരാണ്, കൂട്ടുകാരനെക്കെതിരാണ്, സ്വന്തം തട്ടകത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ച് വളർന്ന മിസ്തക് പോലും എനിക്കെതിരാണ്. ആര് എനിക്കെതിരായാലും തമ്പുരാനെ ഞാൻ ഹറാം ചെയ്തിട്ടില്ല എന്ന് നിനക്കറിയാമല്ല അല്ലാ. അതുകൊണ്ട് ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ. ആര് എന്നെ തള്ളി പറയട്ടെ, ആര് എന്നെ മോശപ്പെടുത്തട്ടെ, ആര് എന്നെ കുറ്റപ്പെടുത്തട്ടെ, അല്ലാ എന്റെ സ്വന്തം ഭർത്താവ് പോലും എനിക്കെതിരെ പറഞ്ഞാലോ ഹസ്ബുനല്ലാഹ്, നീ മതി റബ്ബേ, നീ മതി റബ്ബേ, നീ മതി തമ്പുരാനെ, എനിക്കാരും കൂട്ടിനില്ലെങ്കിലും നീയുണ്ടല്ലോ അല്ലാ. ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൽ നസീർ. ആ ദിക്ർ ചൊല്ലുന്നവരാരാ? അവരെ പ്രയാസങ്ങളെല്ലാം മാറ്റിക്കൊടുക്കുമെന്നാണ്. ആ ദിക്ർ ചൊല്ലുന്നവരാരാ? സങ്കടങ്ങൾ വരുമ്പോ, പ്രയാസങ്ങൾ വരുമ്പോ, ദുഃഖങ്ങൾ വരുമ്പോ തളരാത്ത മനസ്സോടെ, നല്ല മനസ്സോടെ, ക്ഷമയുള്ള മനസ്സോടെ ആ ദിക്ർ ചൊല്ലുന്നവരാരാ? അവരെ പ്രയാസങ്ങൾ അല്ലാഹു മാറ്റിക്കൊടുക്കുമെന്ന് ആയിഷ ബീവിയുടെ ചരിത്രം നമ്മോട് പറയുകയാണ്. അന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചൊല്ലിയ ദിക്റാണ്. എല്ലാവരും ഒന്ന് ചൊല്ലിയേ, ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ. ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ.